വരുമല്ല സാറേ, പണികളൊക്കെ ഏകദേശം പൂർത്തിയായിരിക്കുക. കോൺട്രാക്ട് പ്രകാരം ഓഫീസിന്റെ റിനോവേഷന് 1 ലക്ഷം രൂപയായിട്ടുണ്ട്. എന്റെ പേയ്മെന്റ് തരികയായിരുന്നെങ്കിൽ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാമായിരുന്നു. പണമൊക്കെ ഞാൻ തന്നോളാം. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ആദ്യം ഞാൻ എന്റെ ഓഫീസ് മുഴുവൻ ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വരട്ടെ. ഇവിടെ പെയിന്റിംഗ് ശരിയായിട്ടില്ല. 10,000 രൂപ കുറച്ചോ? കുഴപ്പങ്ങളേ ഉള്ളൂ. ഒരു 10,000 രൂപ കൂടി കുറച്ചോ? ഇതൊക്കെ വെട്ടിച്ചുരുക്കിയാൽ 1.5 ലക്ഷത്തിന്റെ കണക്കായി. 1 ലക്ഷം താൻ എടുത്തോ, എന്നിട്ട് 50,000 എനിക്ക് തന്നേക്ക്. എടുക്ക്. എന്നാ ഇത് പിടിച്ചോ. ഇതെന്താ? ഞാൻ എന്തിനാ അയാൾക്ക് പൈസ കൊടുക്കുന്നത്? ജോലി ചെയ്തത് ഞാനല്ലേ. പൈസ എനിക്കിതാ. എന്റെ 50,000 തിരിച്ചതാ. ഞാൻ ജോലി ചെയ്ത 1 ലക്ഷം താ, എടുക്ക്. ഈ പണം എന്താ മരത്തിൽ കഴിക്കുന്നതാണോ? നീ മര്യാദക്ക് ജോലി ചെയ്തിട്ടില്ല, എന്നിട്ട് പണം ചോദിക്കുന്നു. എടോ, വേഗം സ്ഥലം വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും, പറഞ്ഞേക്കാം. ഗംഗ അങ്കിള് ടെൻഷൻ അടിക്കല്ലേ, ആകാശം ഞങ്ങള് വാങ്ങിച്ചു തരാം. വല്ല എന്റെ പണം തരാതെ എന്നെ വട്ടം കറക്കുന്നത് അത്ര നല്ലതിനല്ല. ഗംഗയോട് മുട്ടാൻ നിന്നാൽ നിനക്ക് നഷ്ടമേ ഉണ്ടാവൂ. ഒന്ന് പോടോ ഗംഗോ. നിങ്ങൾ കണ്ടില്ലേ എന്റെ അർപ്പിശിക്കനായ ഭർത്താവിനെ? അങ്ങേര് പിശുക്കന്മാരുടെ രാജാവാണെന്നേ. എന്തുമാത്രം പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് അവരെ കൊണ്ട്, എന്നിട്ട് കാശും കൊടുക്കില്ല. ഈ പിശുക്കിനൊക്കെ ഒരു അറുതിയില്ലാന്നുണ്ടോ? അതെ, ആരോടും പറഞ്ഞേക്കരുതേ. പൊയ്ക്കോ പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. ബൈ. നിങ്ങളുടെ ഭർത്താവ് ബല്ലയും ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അയാളെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ തന്ന അയാളെ രക്ഷപ്പെടുത്തിക്കോളൂ, ഇല്ലെങ്കിൽ തട്ടിക്കളയും. എന്റെ ബല്ലേട്ടിനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എന്ത് പറ്റി മാഡം? 5 ലക്ഷമേ? 5,000 പോലും ഞാൻ കണ്ണി കണ്ടിട്ടില്ല. ഈശ്വരാ, എന്ത് ചെയ്യും? ഫണ്ടൂസ് നഗറിലെങ്ങും സവാളയുടെ ലഭ്യതയിൽ വളരെ ഷോർട്ടേജ് ആണുള്ളത്. സവാളയുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും തന്നെ ആദ്യം ചെന്ന് സവാള വാങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കടകളിൽ നിന്നും പൂർണ്ണമായും സവാള അപ്രത്യക്ഷമായിരിക്കുകയാണ്. കഴുതയുടെ തലയിലെ കൊമ്പ് പോലെ തന്നെ. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെയും നഗരത്തിൽ വിലസുന്ന സൂത്രക്കാരനായ കള്ളനെയും ആർക്കും പിടിക്കാൻ കഴിയില്ല. ഈ മോഷണങ്ങളുടെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. ഫണ്ടൂസ് നഗറിലെ മുഴുവൻ സവാളയും തീർന്നു കഴിയുമ്പോൾ ഈ മോഷ്ടിച്ചെടുത്ത സവാളയെല്ലാം തന്നെ ഡബിൾ ട്രിപ്പിൾ വിലയ്ക്ക് വിൽക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യോ, രക്ഷപ്പെട്ടു. എന്തിനാ തള്ളിവിടുന്നത്? അടങ്ങി ഒതുങ്ങി ലൈനിൽ നിന്നാലെന്താ? അമ്മാവാ, അനന്തരവാ, ഇനി നിങ്ങൾ മുന്നിലേക്ക് വന്നോളൂ. അതെ, ഇവരെ പുറകിലാക്കൂ. ഇവരെങ്ങനെയാ മുന്നിലെത്തിയത്? ശരിയാണല്ലോ, ഇയാളെങ്ങനെ മുന്നേ വന്നേ? എടുത്ത് മാറ്റാളെ. പോടാ. അയ്യോ, എന്റെ സാധനങ്ങൾ മോഷണം പോയേ. കുറച്ച് മുമ്പ് വരെ ഇവിടെ ഒരു ട്രക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ട്രക്കോടെ മോഷ്ടിച്ചോണ്ട് പോയേ. ഞാൻ പിച്ചക്കാരനായേ. പോലീസ് മാഡം, ട്രക്ക് അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. വരൂ, നമുക്ക് പോയി നോക്കാം. മാമാ, പോകുന്നു ട്രക്ക്. ഹലോ പോലീസ് മാഡം, വേഗം ഹൈവേയിലേക്ക് പോകുന്ന റോഡിലേക്ക് വരൂ.
ഒരു ട്രക്ക് കാണുന്നുണ്ട്. ഇതായിരിക്കും മോഷ്ടിച്ച ട്രക്ക്. ഈ അമ്മാവനും അനന്തരവനും എല്ലാ കാര്യങ്ങളും തടസ്സമുണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്. ഇന്ന് ഞാൻ മാറ്റി കൊടുത്തോളാം. അമ്മാവാ, വേഗം സവാള ശേഖരിക്കൂ. ഒരു സവാള പോലും വേസ്റ്റ് ആവാൻ പാടില്ല. എന്റെ ബല്ലാ സാറേ, നമുക്ക് ആ കള്ളനെ അല്ലേ പിടിക്കേണ്ടത്? ആ കള്ളനെ പോലീസ് മേടം പിടിച്ചോട്ടെ. സവാള നീ വീഴുമ്പോ പിടിച്ചാ മതി. സ്കൂട്ടർ ഞാൻ ഓടിച്ചോളാം. ഒരു സവാള പോലും പാഴാക്കരുത്. പാഴാക്കിയ ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് പിടിക്കും ഞാൻ. പല്ലിക്കാ, ആ വാട്ടർ ബോട്ടിലിൽ തന്നെ കണ്ടെന്നിട്ടിരിക്കുന്നത് എന്തിനാണാവോ? മമ്മി, നഗരത്തിൽ മുഴുവൻ ജലക്ഷാമം രൂക്ഷമാണ്. 2 ദിവസമായിട്ട് വീട്ടിലും വെള്ളം വന്നിട്ടില്ല. ദാഹം കാരണം തൊണ്ട വരണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇതിലിങ്ങനെ നോക്കിയിരിക്കുമ്പോ ചിലക്ക് ദാഹം ക്ഷമിക്കുകയാണെങ്കിലോ. എന്റെ ബല്ലാ സാറേ, എനിക്ക് ദാഹം സഹിക്കാനാവുന്നില്ല. വേഗം എനിക്ക് കുറച്ച് വെള്ളം തരുമോ? എന്റെ വീട്ടിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. എടോ, ദാഹജലം നൽകുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. തുറക്കൂ. ആ ആ മതിയായില്ലേ? എന്റെ ബല്ലാ സാറേ, ഇതെന്താ? ഞാൻ നിങ്ങളോട് വെള്ളമല്ലേ ചോദിച്ചത്, പക്ഷെ നിങ്ങൾ എന്തോ മരുന്നാണല്ലോ എനിക്ക് തന്നത്. എടോ, ഈ വാട്ടർ ബോട്ടിൽ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഞാൻ എങ്ങനെ മുഴുവൻ തരും? പണം മരത്തിൽ കഴിച്ചു കിട്ടുന്നതാണോ? എന്റെ പല്ലേട്ടിന്റെ പിശുക്ക് കണ്ടില്ലേ? 6 പിശുക്കന്മാരുടെ രാജാവായി ഇദ്ദേഹം. ഒരു കുപ്പി വെള്ളം പോലും ആർക്കും കൊടുക്കില്ല. നീ കഷ്ടം. ആരോടും പറഞ്ഞേക്കരുത് കേട്ടോ. പൊയ്ക്കോ. അമ്മാവാ, ശ്രദ്ധിച്ചു കേൾക്കണം. പോലീസ് മേഡം പറഞ്ഞിരുന്നു ഫണ്ടൂസ് നഗറിന് ആവശ്യമുള്ള വെള്ളം മുഴുവൻ സപ്ലൈ ചെയ്ത് വരുന്നുണ്ടത്രേ. എന്നിട്ടും ഫണ്ടൂസ് നഗറിൽ വെള്ളം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് നമ്മൾ തന്നെ സോൾവ് ചെയ്യണം അത്രേ. വെള്ളം വരാത്തതിന്റെ കാരണം കണ്ടെത്തണം. ടെൻഷൻ നോട്ട് ബല്ലാ സാറേ, നമുക്ക് ശരിയാക്കാന്നേ. വെള്ളം സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പൈപ്പ് ലൈനിന്റെ അകത്ത് ചെന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എവിടെയാണ് സ്റ്റക്ക് ചെയ്യുന്നതെന്ന് അറിയാലോ. അല്ല, ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലല്ലോ. നമുക്ക് വെള്ളം എവിടെ വെച്ചാ തടസ്സപ്പെടുന്നെന്ന് നോക്കാം മോനെ. അനന്തരമാ ഒരു മിനിറ്റ്, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. മാമ, ഇത് ശരിക്കും ഒരു ഇല്ലീഗൽ കണക്ഷൻ ആണ്. ഈ മാപ്പിലെ മെയിൻ പൈപ്പ് ലൈനിലെ യാതൊരു കണക്ഷനും കാണുന്നില്ല. വരൂ, നമുക്ക് പോയി നോക്കാം. ഈ കണക്ഷൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണം. എന്റെ അമ്മേ, എന്റെ അച്ഛനമ്മയാണ് സത്യം. ഒന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പറ്റെടുക്കാൻ പറ്റ തീർക്കാനുള്ള പണം എടുക്ക്. അതിന് നിനക്കെന്നല്ല, ഇന്നേ വരെ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. ഇനി ഈ പ്ലാസ്റ്റിക് പാറ്റയുടെ ഒരു സൂത്രം കാണിച്ചു തരാം. എടോ, പണം എന്താ മരത്തിലെ പറ്റ കഴിക്കുന്നതാണോ? പക്ഷെ നിന്റെ ഭക്ഷണത്തിലെ പാറ്റ എപ്പോഴും കാണുന്നുണ്ടല്ലോ. അതേ പല്ലുസേട്ട് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ. എന്തേ അപ്പോ എന്റെ പറ്റായി തന്നെ നിന്നോട്ടെ മിമിക്രി. എത്തിയല്ലോ. എന്നെ കൊണ്ട് സൈൻ ചെയ്യിക്കാൻ പ്രൊഡ്യൂസർ വന്നെന്നാ തോന്നണേ. നിങ്ങൾ കണ്ടോട്ടാ. വല്ലേ, തന്റെ A1 ഏജൻസി ഞങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയിരിക്കും. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കുത്തുപാളയെടുപ്പിക്കാൻ പോകുന്നു. പിന്നെ വഴിയിൽ കപ്പലിന് വിൽക്കാൻ പോലും തന്നെ കൊണ്ടാവില്ല. ടോൽക്കി, ഒന്നും മറക്കരുത്. ഞാനിങ്ങനെ കണ്ണടച്ച ഉടൻ തന്നെ ബട്ടൺ അമർത്തിക്കോണം. ഓക്കേ ചേട്ടാ. പറഞ്ഞോളൂ സാറേ, എന്താ ഞാൻ വിളമ്പി തരണ്ടേ? ഈ ഹോട്ടലിലെ ഏറ്റവും വില കൂടിയ ഐറ്റം തന്നെ എടുത്തോളൂ. ഞങ്ങളുടെ വീട്ടിൽ പണമുണ്ടാകുന്ന കിണറുണ്ട്. ഞാനതിന് ആക്ടിങ്ങിന്റെ കാര്യമല്ല പറഞ്ഞോണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ വിശക്കുണ്ടാവും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിശപ്പടക്ക്, എന്നിട്ടാവും അഭിനയത്തിന്റെ കാര്യമൊക്കെ. ശരിയല്ലേ?
എന്താ വിളിച്ചത്? ജെഡി, ഞങ്ങളുടെ ചേട്ടന്റെ പേര് ജെഡി. സാർ ജെഡി, ഈ പതിക്ക് നല്ല സ്വാദാണല്ലോ. ഡിജെ, എന്റെ വലത് കണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്. വലത് കണ്ണ്. എടോ ടിജെ, ഈ പ്രദേശത്ത് എണ്ണക്കിണറുണ്ടല്ലോ. എന്റെ ലോക്കറ്റ് അത് പറയുന്നുണ്ട്. അതത്ര ചെറുതൊന്നുമല്ല, വലിയ കിണറാണ്. എനിക്ക് തോന്നുന്നത് വലിയ താമസമില്ലാതെ ഒരാളിവിടെ കോടീശ്വരനാകും. എങ്കിലേ ആ എണ്ണക്കിണർ തീർച്ചയായും എന്റെ സ്ഥലത്ത് തന്നെ ആയിരിക്കും എനിക്ക് ഉറപ്പാ. സത്യമായിട്ടും. അതെ, നിന്റെ കടയിലെ ചട്ടിയിലും സമൂസയിലും ഒന്നും എണ്ണമയം കണ്ടിട്ടില്ല. പിന്നെയല്ലേ ഈ സ്ഥലത്തിനിടയിൽ എണ്ണ കിണർ വരുന്നത്? ഓ, അതെ സാറേ, നിങ്ങൾ വഴക്കിടുന്ന എന്തിനാ? ഞങ്ങളുടെ ബോസ് ജെഡി ഇപ്പൊ തന്നെ കണ്ടുപിടിക്കും. ഇവിടെ ആരുടെ സ്ഥലത്താണ് എണ്ണ നിക്ഷേപം ഉള്ളതെന്ന് നോക്കാം. എന്റെ ചേട്ടാ, ഈ ലാൽചന്ദിന്റെ കടയിൽ എന്തിനാ ലൈറ്റ് തെളിയിക്കുന്നത്? അത് ഈ ലാൽചന്ദ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എണ്ണ മുഴുവൻ പുറത്തു വരാൻ വേണ്ടിയാ. അപ്പൊ ജനങ്ങൾക്ക് നമ്മളെ വിശ്വാസമാകും. കൊള്ളാമല്ലോ ചേട്ടാ. സുഹൃത്തുക്കളെ, ഇവിടെ എണ്ണക്കിണറൊന്നും ഇല്ല. ഡ്രമ്മുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന എണ്ണയാണുള്ളത്. സുഹൃത്തുക്കളെ, ഇയാളെ എണ്ണയുടെ കരിഞ്ചന്ത നടത്താൻ ഇവിടെ